അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വോയിസ് ഫ്രം മദീനയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തണ്ണിമത്തൻ ഐസ്ക്രീമും കൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ തണ്ണിമത്തൻ വാട്ടർമെലൺ. പച്ച കളറാണ്. നാട്ടിലുള്ളതുപോലത്തെ ഒന്നും അല്ല ഇവിടെ കിട്ടുക. നാട്ടിലുള്ളതുപോലത്തെ നല്ല സീസൺ, നാട്ടിൽ നല്ല തണ്ണിമത്തൻ്റെ സീസൺ ആണെങ്കിലേ കിട്ടുള്ളൂ. ഇല്ലേ ഇങ്ങനെ പച്ച കളർ ഷെയ്ഡുള്ളതാണ് ഇവിടെ കിട്ടാറ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ട് നമ്മളിതാ സ്ലൈസ് ചെയ്ത പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇന്ന് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ സ്ലൈസ് ചെയ്ത ഈ തണ്ണിമത്തൻ്റെ പീസസ് എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ജ്യൂസ് ആവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കണം. അപ്പം ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ തണ്ണിമത്തനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് രൂപത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പൗഡേർഡ് ഷുഗർ, അതായത് പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇതവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മിക്സിൻ്റെ ജാറിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. മിക്സിൻ്റെ ചെറിയ ജാറിൽ തന്നെയാണ് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഇട്ട് ചുമ്മാ മിക്സ് ചെയ്ത് കൊടുക്കുമല്ല, ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇല്ലപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലാണെങ്കിലും നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് കറക്കി എടുത്താൽ മതി. അപ്പം നമ്മൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇതിലോട്ട് കുറച്ച് പൗഡർ ഷുഗേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഒരു 5 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അഞ്ച് സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മളിപ്പോൾ 5 സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ തണ്ണിമത്തൻ ഐസ്ക്രീമിനുള്ള കണ്ടന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെക്കുക. അപ്പം ഇതാ 4 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ വെച്ച നമ്മുടെ തണ്ണിമത്തൻ ഐസ്ക്രീമിൻ്റെ കണ്ടന്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാ ഇതിങ്ങനെ സെർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഇനിയും കട്ടിയാവാനുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഒന്നും കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുക്കണം. ഇത് ഉടച്ചെടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജ്യൂസ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് ഒരു ട്രേയിലോ ഐസ്ക്രീം ട്രേയിലോ എന്തിലെങ്കിലുമൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് പത വരണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ബീറ്ററിൽ ഇതുപോലെ അടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ബീറ്ററിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ നമ്മൾക്ക് പണി കുറവാണ്. അപ്പം ഇത് നമ്മൾക്ക് ഒഴിച്ചെടുക്കാം. അപ്പം അതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കണ്ടന്റ്. അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുവാണ്.
നമ്മളിതിൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വാട്ടർമെലൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് ഇതിലുള്ളത്. ഷുഗറും പാൽപ്പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വാട്ടർമെലൻ്റെ കൂടെ. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടിയുണ്ട്. ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത്. അപ്പോൾ കുറച്ചും കൂടിയുണ്ട്, ബാക്കിയും കൂടി ഇതിൽ ഒഴിച്ചു വെക്കാം. ബാക്കിയുള്ളതും കൂടി അടിച്ചിട്ട് ഈ കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ വീണ്ടും ഒരു 4 മണിക്കൂർ നേരത്തിന് വെക്കാം. അടുത്ത 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല ഐസ്ക്രീം പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ ഐസ്ക്രീം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിനെ എടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂണായാലും മതി. ഇത് വെച്ചിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വാട്ടർമെലൺ ഐസ്ക്രീം ഇതാ സെർവിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ടെക്സ്ചർ കണ്ടില്ലേ, ഐസ്ക്രീമിൻ്റെ തന്നെ ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വാട്ടർമെലൺ ഐസ്ക്രീം ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും.